സമതല ദർപ്പണങ്ങൾ അവയുടെ പ്രതിപതന തലങ്ങൾ പരസ്പരം മുഖാമുഖം വരുന്ന രീതിയിൽ ക്രമീകരിക്കുകയും അവക്കിടയിലുള്ള കോണുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഇടയിൽ വെക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം തുല്യമായിരിക്കുമോ? ഇതാണ് ഇന്ന് പരീക്ഷിക്കുന്നത്. ദർപ്പണങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നത് ഫോം ബോർഡിൽ മിറർ സ്റ്റിക്കർ ഒട്ടിച്ചുണ്ടാക്കിയ 2 കഷണങ്ങളാണ്. ഇവയെ നമുക്കിങ്ങനെ ചലിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഫോം ബോർഡിൽ ഒരു പ്രൊട്രാക്ടർ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടൊരു വസ്തു ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ 180 ഡിഗ്രി കോണിലാണ് ദർപ്പണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ വസ്തുവിൻ്റെ ഒരു പ്രതിബിംബമായിരിക്കും ദർപ്പണങ്ങളിൽ കാണുന്നത്. ഇനി നമുക്ക് കോൺ കുറച്ചു നോക്കാം. ഇപ്പോൾ 120 ഡിഗ്രി കോണിലാണ് ദർപ്പണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുക 2 പ്രതിബിംബങ്ങളായിരിക്കും. ഇനി നമുക്ക് കോൺ വീണ്ടും കുറച്ചു കൊണ്ടുവരാം. ഇപ്പോൾ 90 ഡിഗ്രി കോണിലാണ് ദർപ്പണങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാണുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ഇനി നമുക്ക് ദർപ്പണങ്ങളെ 60 ഡിഗ്രിയിൽ ക്രമീകരിക്കാം. ഇപ്പോൾ ഇവ രണ്ടിലും കൂടി ചേർന്ന് കാണുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. ഇവിടെ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണകലം കുറയുന്നതിനനുസരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നത് നാം കണ്ടു. ഇതിൽ നമുക്ക് എന്തെങ്കിലും ബന്ധം കണ്ടെത്താൻ സാധിക്കുമോ? ഇത് കണ്ടെത്താൻ ഒരു സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. തീറ്റ എന്ന് പറയുന്നത് ഈ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണാണ്. അപ്പോൾ 180 ഡിഗ്രി കോണിൽ ദർപ്പണങ്ങൾ വെക്കുമ്പോൾ ഫോർമുല അനുസരിച്ച് 360 ഹരിക്കണം 180 മൈനസ് 1 സമം 360 ഹരിക്കണം 180 സമം 2, 2 മൈനസ് 1 സമം 1 കിട്ടുക ഒരു പ്രതിബിംബമാണ്. അത് നാം കണ്ടു. കോൺ 120 ഡിഗ്രിയിൽ വെക്കുമ്പോൾ ഫോർമുല അനുസരിച്ച് 360 ഹരിക്കണം 120 സമം 3 മൈനസ് 1 സമം 2, 2 പ്രതിബിംബങ്ങളാണ് നമുക്ക് ലഭിച്ചത്. 90 ഡിഗ്രിയിൽ വെച്ചപ്പോൾ 360 ഹരിക്കണം 90 സമം 4. 4ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് 3 ആണ്. 3 പ്രതിബിംബങ്ങളെയാണ് നമുക്ക് ലഭിച്ചത്. 60ൽ വെക്കുന്ന സമയത്ത് 360 ഹരിക്കണം 6 സമം 6. അതിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയായ 5 പ്രതിബിംബങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഈ ഫോർമുല ഉപയോഗിച്ച് 2 ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണിനനുസരിച്ച് എത്ര പ്രതിബിംബങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്ക് പരീക്ഷിക്കാതെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലായി കാണും.